മാനവേദൻ ഹൈസ്കൂൾ. ഒരേ ആഗ്രഹം, ഒരേ വികാരം, ഒരേ ജീവിതം. വെൽക്കം ടു ഷാംല എക്സ്ക്ലൂസീവ്. നിലമ്പൂരിൽ തേരപ്പാര സോളോ വാക്കിംഗ് സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മലപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിലമ്പൂർ എന്ന പ്രദേശം, അതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന പ്രദേശം ഒരു സമുദ്രം പോലെ കിടക്കുകയാണ്. ഇവിടെ ഒരുപാട് ചരിത്രമായിട്ട് ഒരുപാട് സംഭവം നടന്നു. ഏറനാട്ടിൽ അക്കാലത്ത് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് 24 കിലോമീറ്റർ അകലെയുള്ള മഞ്ചേരിയിലെ ഒരേയൊരു സെക്കൻഡറി സ്കൂൾ മാത്രമായിരുന്നു ആശ്രയം. എന്തൊക്കെയുണ്ടെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എല്ലാം നിഷ്പ്രഭമാണെന്ന് തൊട്ടറിഞ്ഞ് സാധാരണക്കാരായവരുടെ മക്കളുടെ വിദ്യാഭ്യാസവും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലമ്പൂർ ഹൈസ്കൂൾ നമ്മുടെ മാനവേദൻ രാജയുടെ സ്മരണയിൽ തുടങ്ങുവാൻ അവരെ തീരുമാനിച്ചത്. കോവിലകത്തെ ഇളയ രാജാവായ ശ്രീ വീരയാൻ തിരുമലപ്പാടിൻ്റെ അധ്യക്ഷത്തിൽ നാട്ടുകാരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഇവിടെ പറയുകയാണെങ്കിൽ ഇന്നിപ്പോ ഇവിടെ ഉണ്ടല്ലേ, കയറാൻ പറ്റാവോ അറിയില്ല കേട്ടോ. ഇന്നിപ്പോ അതാ അവിടെ ഒരു സ്റ്റേഡിയം വരുന്നുണ്ട്. കോമ്പൗണ്ടിന് ചുറ്റും കാടുകളായിരുന്നു. തൊട്ടടുത്താണെങ്കിൽ ബംഗ്ലാവ് കുന്നും. പലപ്പോഴും ക്ലാസ് റൂമിലേക്ക് മാൻ, മുയൽ മുതലായവ ഗസ്റ്റായി എത്താറുണ്ട്. സ്കൂളിന്റെ ഉദ്ഘാടനം തന്നെ രസകരമായിരുന്നുവെന്ന് ആദ്യകാല വിദ്യാർത്ഥിയായ ശ്രീ ഗോദവർമ്മൻ തിരുമൽപ്പാട് ഓർക്കുന്നുണ്ടായിരുന്നു. ലോക്ക്ഡൌണിൽ തുടങ്ങിയ നിലവിളക്ക് കത്തിച്ചും നാടകം ചെയ്യുന്നതിന് പകരം നേരെ താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറക്കുക. തുടർന്ന് താക്കോൽ ലേലം ചെയ്യുകയും തുക സ്കൂൾ ഫണ്ടിലേക്ക് വകയിരുത്തുകയും ചെയ്തു. പിന്നെ ഈ ഒരു സ്കൂൾ നിൽക്കുന്നതിനുള്ളിലൊരു ഇതുണ്ട്, അവിടെ ഒരു കഞ്ഞിപ്പെര ഉണ്ട്. ആ ഒരു കഞ്ഞിപ്പെര എന്ന് പറയുന്നത് ഒരു റൈസ് മില്ലായിരുന്നു. അവിടെ വാച്ച്മാൻ ക്വാർട്ടേഴ്സിനടുത്താണ് ഉള്ളത്. ഇത് രണ്ട് മുറികളുണ്ട്. അവിടെ ഒന്ന് കോവിലകം കുട്ടികൾക്കും മറ്റൊന്ന് മറ്റുള്ളവർക്കും ഭക്ഷണം കഴിക്കുവാനും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കാടുള്ള സ്ഥലം തന്നെയാണ് ഈ മാനവേദൻ സ്കൂൾ എന്ന് പറയാം. പറയാൻ സംസാരിക്കാൻ കിട്ടുന്നില്ല. ഇപ്പൊ ഏതാ ചാലിയാർ പുഴയാണോ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഒരു മിനിറ്റ് ഒന്നും വേണ്ട, തന്നെ അയ്യോ നല്ല അടിപൊളി കിടുക്കാച്ച സ്ഥലം. നമ്മളിവിടെ നിന്നിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പുഴ ആണെങ്കിൽ പറയാം, ചാലിയാർ പുഴ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് എന്നെ വിശേഷിപ്പിക്കാം കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. വാവ്, ഇവിടെ ക്ലിയർ ആക്കിയാണല്ലോ. വിജനമായ പ്രദേശം. നമുക്കേ ഒന്നായിട്ട് പോവോ? നമുക്ക് ഇതിലെ ചുറ്റി കറക്കാം. ഇത് വാട്ടർ ടാങ്ക് ആണ് കേട്ടോ. വാട്ടർ ടാങ്ക് അല്ല, അവിടെ നിന്നാണ് അടിച്ചു വരുന്നത്. അവിടെയാണ് അതിന്റെ കിണറുള്ളത്, പമ്പ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. എന്താ അതിമനോഹരമായ സ്ഥലം അല്ലേ? അത് നിലമ്പൂർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ഒരു സമുദ്രം പോലെ തന്നെയാണ്. അതിന് രസകരമായിട്ടുള്ള സ്ഥലമാണിത്. നല്ല അതിമനോഹരമായ സ്ഥലം. ഞാൻ ആക്ച്വലി മാനവേദൻ സ്കൂൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ
അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ചരിത്രം കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാലിയാർ എന്ന പേരിനു തന്നെ അറബി ഭാഷയുമായി ബന്ധമുണ്ടെന്ന് പറയാറുണ്ട്. ചെറിയ പുഴ എന്ന അർത്ഥത്തിൽ ചാലിയാറിനെ ഷാലിഹാർ എന്ന് വിളിക്കുകയും ലോപിച്ച് ചാലിയാർ എന്നായതാണെന്നും ഷാലിഹാർ എന്ന് വിളിക്കുകയും ലോപിച്ച് ചാലിയാർ എന്നായതുകൊണ്ടാണെന്നും പറയാം. ഹായ് എവരിവൺ, വെൽക്കം ടു എന്താ പറയുക, നമ്മളിതാ അങ്ങനെ നിലമ്പൂർ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. നിലമ്പൂർ ചരിത്രം തേടിയിട്ട് ഒന്നുമല്ല, നിലമ്പൂർക്കാരനെന്ന നിലക്ക് എനിക്കും അറിയണമല്ലോ ഇതിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ മെയിൻലി നിലമ്പൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചരിത്രമുണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, സാംസ്കാരിക മേഖല, അതുപോലെ തന്നെ സാമൂഹ്യ വ്യവസായികം, പിന്നെ രാഷ്ട്രീയം, പരിസ്ഥിതി, വിനോദസഞ്ചാരവും, കൃഷിയും കായികവും. ഒരു 5-6 കാറ്റഗറിയിൽ ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ഒരുപാടുണ്ട് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇപ്പം തന്നെ ഞാൻ മാനവീയ സ്കൂൾ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കയറാൻ പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വെറുതെ അവിടെ കയറിയിട്ട് അവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാന്യത കീപ്പ് ചെയ്യണമല്ലോ. ആ ഒരു സ്കൂൾ എന്ന് പറയുന്നത് പണ്ട്, അതായത് കോവിലകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കോവിലകം രാജാക്കന്മാർ, തമ്പുരാക്കന്മാർ. അപ്പോൾ അവരാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ നിലമ്പൂർ കോവിലകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചരിത്രം ഇന്നും നിലമ്പൂരിനെ പരാമർശിക്കുന്നത് കിഴക്കൻ ഏർനാട് എന്ന സംജ്ഞയിലാണ്. മഞ്ചേരി, നിലമ്പൂർ, തിരൂർ, കൊണ്ടോട്ടി ഇങ്ങനെയുള്ള താലൂക്കുകൾ ഉൾപ്പെട്ടതാണ് പഴയകാല ഏർനാട്. സ്വയം ഇല്ലാതാകുമ്പോൾ സമൃദ്ധമായ ഒരു ജനസമൂഹത്തെ ഊട്ടി വളർത്തിയ പെരുമ ചാലിയാറിന് മാത്രം സ്വന്തം തന്നെയാണ്. നിലമ്പൂരിൻ്റെ നിലനിൽപ്പ് ചാലിയാറിൻ്റെ നിലനിൽപ്പിനനുസരിച്ചാണ്. ചാലിയാറില്ലെങ്കിൽ പിന്നെ നിലമ്പൂരില്ല മക്കളെ. അതാണ് ഇവിടുത്തേത്. ഇവിടെ പ്രളയത്തിന്റെ സമയത്തൊക്കെ നമ്മുടെ ചാലിയാറിൽ വെള്ളം നിറഞ്ഞൊഴുകിയ സമയം ഉണ്ടായിരുന്നു. ഹായ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ സൈക്കോ സഞ്ചാരിന്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നിലമ്പൂരിൽ വളർന്നു വന്നൊരു കുഞ്ഞ് യൂട്യൂബർ കൂടിയാണ് നമ്മുടെ സൈക്കോ സഞ്ചാരി. ഏകദേശം 3K ഫോളോവേഴ്സ് ഒക്കെ അവർക്കുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് അവരുടെ വീട്ടിലൊന്ന് പോയി നോക്കാം. അവർ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മൾ കേരള, അതായത് കോവിലക റോഡിന് പോന്നാൽ എളുപ്പം എത്തും കേട്ടോ അവരുടെ വീട്ടിലോട്ട്. ഞാൻ അവരെ എടുത്തിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ സാഗറിൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. ആ കാണുന്നത് ടിമ്പറാണ് കേട്ടോ, മരകഷ്ണത്തിൻ്റെത്, മറ്റേ ഇതില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ആകെ വെള്ളം കയറിയിട്ടൊരു പരിവായിട്ടുണ്ട്. ഇനി നമ്മളിനി സാഗറിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇതൊരു ചാല് പോകുന്നുണ്ട്. നമ്മളങ്ങനെ സാഗറിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സാഗർ ഉണ്ടാവും. അങ്ങനെ നമ്മൾ സാഗറിൻ്റെ പെരയിലെത്തിയിരിക്കുകയാണ്. സാഗർ അവിടെ ക്ലാസ്സിലായിരുന്നു കേട്ടോ. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ ബ്രേക്കായി കുറേ കാലത്തിന് ശേഷം ഷാമിൻ്റെ ചാനലിൽ തിരിച്ചു വരുന്നത്. യെസ്, ലാസ്റ്റ് നമ്മുടെ സോളോ വാക്ക് നമ്മുടെ ചെറുക്കൻ JCSന്റെ ടീഷർട്ട് അന്ന് പോകാൻ പറ്റില്ല. ഒന്നല്ല, നിലമ്പൂര് ചുറ്റിക്കാട് അത്രേ ഉള്ളൂ. നേരെ ഗോവയ്ക്ക് പോയി നമ്മുടെ നാട് ചുറ്റിക്കാടാണെങ്കിൽ അത്ര തന്നെ. ദാറ്റ്സ് എ ഡിഫറൻസ്. നടക്കട്ടെ.